4 സെൻറ്റിമീറ്റർ ആരമുള്ള കട്ടിയായ ഗോളം ഉരുക്കി 2 സെൻറ്റിമീറ്റർ ആരമുള്ള ചെറുഗോളങ്ങളാക്കിയാൽ എത്ര ഗോളങ്ങൾ കിട്ടും? അപ്പോൾ ഇവിടെ ഓപ്ഷൻസൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് എത്ര ഗോളങ്ങൾ കിട്ടും ഇതിനെ നമുക്കൊരു ഫോർമുലയുണ്ട്. വലിയ ഗോളത്തിൻ്റെ കിട്ടുന്ന ഗോളങ്ങളുടെ എണ്ണം = വലിയ ഗോളത്തിൻ്റെ വ്യാപ്തം ഡിവൈഡഡ് ബൈ ചെറിയ ഗോളത്തിൻ്റെ വ്യാപ്തം. വലിയ ഗോളത്തിൻ്റെ വ്യാപ്തത്തിന് നമുക്ക് V1 എന്ന് പറയാം, ചെറിയ ഗോളത്തിൻ്റെ വ്യാപ്തത്തിന് നമുക്ക് V2 എന്ന് പറയാം. അതായത് V1/V2 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗോളങ്ങളുടെ എത്ര ഗോളങ്ങൾ കിട്ടും ചോദിച്ചതിൻ്റെ ആൻസർ ആവും. നമ്പർ ഓഫ് സ്ഫിയേഴ്സ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിതിനൊരു ഫോർമുലയുണ്ട്. 4/3 πr1³ റേഡിയസ് 2ലും ആരം 2ലും വ്യത്യാസമാണ്. ആരം ആദ്യത്തേൽ വലിയ ഗോളത്തിലെ ആരം 4ആണ്, ചെറിയ ഗോളത്തിലെ ആരം 2ആണ്. അപ്പോൾ 4/3 πr1³ ഡിവൈഡഡ് ബൈ 4/3 πr2³ ഇതാണ് നമ്മുടെ ഫോർമുല. വലിയ ഗോളത്തിൻ്റെ വ്യാപ്തം ഡിവൈഡഡ് ബൈ ചെറിയ ഗോളത്തിൻ്റെ വ്യാപ്തം. നമുക്ക് 4/3 π രണ്ടിലും കോമൺ ആണ്, അതിനങ്ങനെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പം നമ്മൾ ജസ്റ്റ് r1³ ഡിവൈഡഡ് ബൈ r2³ ചെയ്താൽ നമുക്ക് ആൻസറാണ്. r1 പറഞ്ഞാൽ 4ആണ്. അപ്പം 4³ എന്ന് പറയുമ്പോൾ 4 × 4 × 4. r2³ എന്ന് പറയുമ്പം ചെറിയ ഗോളത്തിൻ്റെ ആരം 2ആണ്. 2 × 2. അപ്പോൾ ഈ 2 വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 4 വെട്ടാം നമുക്ക്. പിന്നെ ഈ 2 ഈ 4ൽ 2 പ്രാവശ്യം 4 × 2 8 സ്ഫിയേഴ്സ്, 8 ഗോളങ്ങളാണ് കിട്ടുക. വലിയ ഗോളത്തിന് ഒരുക്കിയാൽ പിന്നെ ചെറിയ ഗോളം നമുക്ക് കിട്ടുന്നത് 8 എണ്ണമാണ്. 2 സെൻറ്റിമീറ്റർ ആരമുള്ള ചെറിയ ഗോളം കിട്ടുന്നത് 8 എണ്ണമാണ്. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ എ 8. ഓക്കെ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.